കൊൽക്കത്ത ആർജികർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ വീണ്ടും CBI ചോദ്യം ചെയ്തു. പ്രതിഷേധത്തെ പിന്തുണച്ച 43 അധ്യാപകരെ കൂട്ടമായി സ്ഥലം മാറ്റി ബംഗാൾ സർക്കാർ ഉത്തരവിറക്കി. പ്രതികാര നടപടിയെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. കോളേജിൽ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടേഴ്സിന് സുരക്ഷ ഉണ്ടായിരുന്നില്ല എന്നാണ് വനിതാ കമ്മീഷന്റെ കണ്ടെത്തൽ. അതേസമയം വനിതാ ഡോക്ടർക്ക് നേരെ ആസൂത്രിത ആക്രമണമാണ് ഉണ്ടായതെന്ന് കോളേജ് വിദ്യാർത്ഥി സ്വാലിഹ് ഷംസുദ്ദീൻ 24നോട് പറഞ്ഞു. ഒരാളാണെന്ന് പറയാൻ പറ്റില്ല. മിനിമം ഒരു 2 to 3 persons ഇൻവോൾവ് ആണെന്ന് ക്രൈം സീൻ കണ്ടാൽ തന്നെ അറിയാം. പിന്നെ നേച്ചർ ഓഫ് ഇഞ്ചുറി, പെൽവിക് ബോൺ ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട്, റിബ് ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ശരീരത്തിലുള്ള മറ്റുള്ള ഇഞ്ചുറീസ് വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ബോഡിയുടെ ലൈ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അത് മിനിമം ഒരു 2 or 3 ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. 3 പേര് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവണം. മുൻ പ്രിൻസിപ്പൾ വളരെ ഈ അഴിമതിയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് പൊതുവെ എല്ലാവരും അറിയപ്പെടുന്നത്. തുടർന്ന് ഞങ്ങൾ ഈ കൾപ്രിറ്റിനെ പിടിക്കുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യുക തന്നെ ചെയ്യും. ഡോക്ടേഴ്സിന്റെ സുരക്ഷയ്ക്കായി കേന്ദ്ര സർക്കാർ പ്രത്യേക നിയമം കൊണ്ടുവരണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ RV അശോകൻ പ്രതികരിച്ചു. IMA ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പണിമുടക്ക് തുടരുകയാണ്. ഡോക്ടേഴ്സിന്റെ OP ബഹിഷ്കരണത്തെ തുടർന്ന് സംസ്ഥാനത്ത് രോഗികൾ പലയിടത്തും വലഞ്ഞു. ENT OP കാണാൻ വേണ്ടിയാണ് വന്നത്. തൊട്ടേമാനൂടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മേജർ സർജറി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ENT കാണിക്കുന്നുണ്ട്, അതുപോലെ നെഫ്രോയിൽ, ന്യൂറോ, മറ്റുള്ള ഒരുപാട് വൈകല്യങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ്. ഒരുപാട് ദിവസം കൊണ്ട് ലീവാണ്. ലീവ് കിട്ടാൻ തന്നെ വളരെ പ്രയാസമാണ്. പക്ഷേ ഇന്നും ഇതിൻ്റെ ഭാഗമായിട്ട് ലീവ് മാറ്റി ലീവ് എടുത്തിട്ടാണ് വന്നത്. ബൽറാം നെടുങ്ങാടി കൊൽക്കത്തയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ബൽറാം, ഈ മുൻ പ്രിൻസിപ്പലിനെ CBI അറസ്റ്റ് ചെയ്തു എന്ന അഭ്യൂഹമുണ്ടായിരുന്നു. പക്ഷേ താൻ അറസ്റ്റിലല്ല എന്ന് അദ്ദേഹം തന്നെ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. സംശയനിഴലിൽ തന്നെയാണ് അദ്ദേഹം. അറസ്റ്റിലേക്ക് നീങ്ങുമോ കാര്യങ്ങൾ? വിജയകുമാർ, മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന് കഴിഞ്ഞ ദിവസം തന്നെ CBI നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ പിന്നീട് വൈകിട്ട് 3 മണിയോടുകൂടി CBI സംഘം തന്നെ അദ്ദേഹത്തെ ഈ CBI ആസ്ഥാനത്തേക്ക് എത്തിച്ച് 13 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. ഇന്ന് പുലർച്ചെ 4 മണിക്ക് വിട്ടയച്ച അദ്ദേഹം വീണ്ടും 10 മണിയോടെ CBIക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായി. അദ്ദേഹം പറഞ്ഞത് തന്നെ CBI അറസ്റ്റ് ചെയ്തു എന്ന റിപ്പോർട്ടുകൾ വന്നു, അത് ശരിയല്ല, താൻ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ കൂടുതൽ പ്രതികരിക്കാൻ കഴിയില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴും അദ്ദേഹത്തെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. CBI ആസ്ഥാനത്തെ ആണ് ഉന്നത ഉദ്യോഗസ്ഥർ, ഡൽഹിയിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അത്യന്തം ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട്. കോടതിയുടെ ഇടപെടലിൽ CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ CBI പോലും ബംഗാളിൽ നിന്നുള്ള സംഘത്തെയല്ല, മറിച്ച് ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക സംഘത്തെയാണ് ഈ അന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ അതീവ ഗൗരവത്തോടെ, അതീവ രഹസ്യ സ്വഭാവത്തോടെയുള്ള അന്വേഷണമാണ് CBIയുടെ ഭാഗത്തു നിന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ആർജിക്കർ ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗത്തിലെ ഒരു പ്രൊഫസറും മൊഴി നൽകുന്നതിനായി CBI ആസ്ഥാനത്ത് അല്പസമയം മുമ്പ് എത്തിയിട്ടുണ്ട്. മറ്റ് CBIയുടെ ഫോറൻസിക് സംഘം ഇപ്പോൾ ആർജിക്കർ ആശുപത്രിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ വീണ്ടും പരിശോധനകൾ നടത്തും. ഇന്നലെ 3D ഇമേജിംഗ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള സ്കാനിംഗ് നടപടികൾ നടത്തിയിരുന്നു ആശുപത്രിയിൽ. ആ മുറിയിൽ തെളിവ് നശിപ്പിക്കുന്നതിനായി അതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അറ്റകുറ്റപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ ഈ വനിതാ കമ്മീഷന്റെ, ദേശീയ വനിതാ കമ്മീഷന്റെ 2-അംഗ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പോലും പരാമർശിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള തെളിവുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ തെളിവുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് ബാധിക്കാതെ ഈ അന്വേഷണ കേസുമായി ബന്ധപ്പെട്ട് ആവശ്യമായ തെളിവുകൾ, മറ്റു വിവരങ്ങൾ എന്നിവ ലഭിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കാനിംഗ് നടപടിയുടെ ലക്ഷ്യം എന്നുള്ളത്. എന്തായാലും വിശദമായ പരിശോധനകൾക്കായാണ് വീണ്ടും ഇന്നും ഈ സ്ഥലത്ത് സന്ദർശനം നടത്തുന്ന CBIയുടെ ഫോറൻസിക് സംഘം. ഈ കേസ് അന്വേഷണത്തിൽ സമഗ്രമായ ചിത്രങ്ങൾ പരിശോധിക്കും എന്നാണ് CBI വൃത്തങ്ങൾ അറിയിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ, ഈ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അവർ ഉന്നയിച്ച ചില സംശയങ്ങൾ, കൂടാതെ മറ്റ് സഹപ്രവർത്തകർ ഉന്നയിച്ച കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ പരിശോധിച്ചായിരിക്കും പ്രത്യേകിച്ച് പ്രിൻസിപ്പൽ, ഈ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഉദ്യോഗസ്ഥർ, ഉന്നതർ എന്നിവരടക്കമുള്ള കാര്യങ്ങളിൽ അവരെ ചോദ്യം ചെയ്യുന്ന ഘട്ടങ്ങളിൽ ഈ കുടുംബത്തിന്റെ സംശയവും ആരോപണങ്ങളും ഉൾപ്പെടെ പരിഗണിക്കും എന്നാണ് CBI വൃത്തങ്ങൾ
വിവരങ്ങൾ അറിയിക്കുന്നത്. വിശദമായ അന്വേഷണം തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകും. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഉടൻ തന്നെ കടന്നേക്കുമെന്ന സൂചനകളുണ്ട്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിട്ടുണ്ട് CBI ഈ ആർജിക്കർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട്. അതിനിടെയാണ് ഈ ആർജിക്കറിലെ 43 അധ്യാപകരെ, സമരത്തെ പിന്തുണച്ചവരെ കൂട്ടമായി സ്ഥലം മാറ്റിക്കൊണ്ടൊരു ഉത്തരവ് സർക്കാർ ഇറക്കിയിരിക്കുന്നത്. ഇത് കൂടുതൽ പ്രകോപനത്തിന് കാരണമായിരിക്കുന്നു. പ്രതിഷേധം ശക്തമാക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. വിജയകുമാർ. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. കൊൽക്കത്തയിൽ നിന്നും സന്ദീപ് ഘോഷ്, ഡോക്ടർ സന്ദീപ് ഘോഷ്, മുൻ പ്രിൻസിപ്പൽ, അദ്ദേഹത്തെ വീണ്ടും CBI ചോദ്യം ചെയ്യുകയാണ്. അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളുണ്ട്, പക്ഷേ അറസ്റ്റിലല്ല എന്ന് അദ്ദേഹം തന്നെ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിഷേധിച്ച് 43 ഡോക്ടർമാരെ സ്ഥലം മാറ്റുകയും കൂടി ചെയ്തിട്ടുണ്ട് സർക്കാർ. അതോടെ കുറെ കൂടി പ്രതിഷേധം ശക്തമാകുന്നുണ്ട് കൊൽക്കത്തയിൽ. ബൽറാമാണ് വിശദാംശങ്ങൾ നൽകിയത്.